മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ കിട്ടാൻ SIT പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചു. റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. 29-ന് കസ്റ്റഡിയിൽ കിട്ടും വിധമാണ് അപേക്ഷ. CK അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, എന്തായാലും മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ അന്വേഷണം കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകും. കൂടുതൽ വിവരങ്ങൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്യും, അല്ലേ? ഇന്നലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പ്രൊഡക്ഷൻ വാറന്റ് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർ നടപടിയാണ് ഇന്ന് SIT സ്വീകരിച്ചിട്ടുള്ളത്. 29-ാം തീയതി പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടണം എന്നുള്ളതാണ് SIT താല്പര്യപ്പെടുന്നത്. സ്വാഭാവികമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവ് ഇടുകയും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ 29-ന് കോടതിയിൽ ഹാജരാക്കുകയും അങ്ങനെ പോലീസ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ SITയുടെ കസ്റ്റഡി കാലാവധി 30-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതിന് ഒരു ദിവസം മുൻപ് ഈ പ്രതിയെ കൂടി കസ്റ്റഡി കിട്ടുമ്പോൾ സ്വാഭാവികമായും രണ്ട് പ്രതികളെ ഒന്നിച്ചിരുത്തി ഉള്ള അവസാനഘട്ട ചോദ്യം ചെയ്യൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.